Namaskaram guys, this is Nishant Raghunath here and welcome to Kaido's Financial Management Bootcamp. നമ്മൾ ഈ വീഡിയോ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാൻ പോവാം ആൻഡ് ദാറ്റ് ചാപ്റ്റർ ഇസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ഇസ് ബേസിക്കലി നമ്മുടെ എക്സാമിനേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ കുറേ സിമ്പിൾ ഫോർമുലാസ് പഠിക്കുക. ആ ഫോർമുലയ്ക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ഡേറ്റ ഇൻപുട്ട് ചെയ്യുക ആൻഡ് അതിൽ നിന്ന് ആ ഫോർമുലയുടെ റിസൾട്ടായ ആൻസറിനെ ഔട്ട്പുട്ടായിട്ട് എടുത്ത് പോസ്റ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ, ബേസിക് സംഗതിയാണ്, കുറേ ഫോർമുലാസ് മാത്രമേ ഉള്ളൂ. ബിഫോർ വി ഹെഡ് ഇൻ ടു ഓൾ ദോസ് ഫോർമുലാസ് ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം ഇത് എന്തിനാ പഠിക്കുന്നത്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദി ഇമ്പോർട്ടൻസ് ഓർ റെലവൻസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ സ്റ്റഡി കോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ കണ്ടതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇസ് ഫോർ ഡിസിഷൻ മേക്കിംഗ് പർപ്പസസ് അല്ലേ. എന്ത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ് പർപ്പസസ്. ഡിസിഷൻസ് 3 തരമായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. വൺ ഇസ് financing decisions, second is investing decisions, third is earnings, distribution and retention decision അല്ലേ. ഈ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു കമ്പനിക്ക് ആ കമ്പനിയുടെ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ക്യാപിറ്റൽ റേസിംഗ് ആണ് ഫിനാൻസിങ് ഡിസിഷനിൽ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ വേരിയസ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ എന്തൊക്കെയാണ്, ഏതൊക്കെ ഇക്വിറ്റി, ഡെറ്റ്, ടേം ലോൺസ്, ഡിബെഞ്ചർ, ബോൺസ്, അങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റുന്ന സോഴ്സുകൾ. ഈ സോഴ്സുകളുടെ കോസ്റ്റ് എന്ത് വരും, അതാണ് സെക്കൻഡ് സ്റ്റഡി. ഇനി ഈ സോഴ്സുകളും കോസ്റ്റും മനസ്സിലാക്കി അവസാനം ഒരു ചെറിയ സ്റ്റഡിയും കൂടി ഉണ്ട് ഇവിടെ, ലെവറേജസ് എന്ന് പറയുന്നത്. ദാറ്റ്സ് എ വെരി സിമ്പിൾ വൺ. അഗൈൻ ഒരു ഫോർമുല ബേസ്ഡ് സ്റ്റഡിയാണ്. ഇൻവെസ്റ്റിംഗ് ഡിസിഷൻസിൽ വരുന്ന എന്താ, ഈ റേസ് ചെയ്ത ഫിനാൻസിനെ എങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ഒന്നുകിൽ നമുക്കത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിനെ പറയുന്നതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അതായത് ഒരു കമ്പനിയുടെ ഫിനാൻസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ അസറ്റ്സിലേക്കും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് നടത്തണം. ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി എടുക്കുന്ന ഡിസിഷൻ്റെ പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഇനി അതേസമയം ലോങ് ടേം അല്ല ഷോർട്ട് ടേമിന് ഇൻവെസ്റ്റ് ചെയ്യാം, അതിനുള്ളതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൻ്റെ സ്റ്റഡിയുടെ പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ഓക്കെ, ആൻഡ് ഫൈനലി ഏർണിങ്സിനെ കുറിച്ചുള്ള ഡിസിഷൻസ്. അതായത് ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് റൺ ചെയ്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി, ആ വരുമാനത്തിനെ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ ഏർണിങ്സിൻ്റെ ഡിസിഷൻസ് വരും. യെസ്, ഈ ഏർണിങ്സ് എത്ര ഓണേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം, ഡിവിഡൻഡ് ഡിസിഷൻസ് വരും. യെസ്, ആൻഡ് ഫൈനലി ഈ ഏർണിങ്സ് ഡിവൈഡ് ചെയ്യാതെ കമ്പനി എത്ര കയ്യിൽ വെക്കണം, റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ ഡിസിഷൻസ് വരും. പിന്നെ മൾട്ടിപ്പിൾ ഡിസിഷൻസ് ആണെന്നുള്ള നമ്മൾ ചാപ്റ്റർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സ്റ്റഡി തുടങ്ങിയപ്പോൾ തൊട്ടേക്കാണ്, ഇൻട്രഡക്ഷൻ വീഡിയോ തൊട്ട് കണ്ടാണ് അല്ലേ. ഈ ഡിസിഷൻസിൽ കറൻ്റ്ലി വി ആർ അറ്റ് ഫിനാൻസിങ് ഡിസിഷൻസ്. ഓക്കെ, നമ്മൾ ഈ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളൊരു പ്യോർലി തിയറിറ്റിക്കൽ ചാപ്റ്ററാണ് നമ്മുടെ സിലബസിലുള്ളത്. അത് പ്രീവിയസ് വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണ് എന്തൊക്കെയാണ് പല സോഴ്സ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളത്. ഈ ക്യാപിറ്റൽ റേസ് ചെയ്യുമ്പോൾ ഇതിന് എന്ത് കോസ്റ്റ് വരും എന്നുള്ളതിൻ്റെ സ്റ്റഡിയാണ് ഈ പറഞ്ഞ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എന്തിനാണ് ഈ കോസ്റ്റ്, ഒരു ക്യാപിറ്റലിന് കോസ്റ്റ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെറ്റ്സ് ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് ബൈയിങ് എ കാർ. നിങ്ങൾക്കൊരു കാർ വാങ്ങണം. ആ കാർ വാങ്ങാൻ നിങ്ങൾ ലോണിന് പകരം ഈ കാറിന് 15 ലക്ഷം രൂപയാണ് വരുന്നത്. 15 lakhs ആണ് ഈ കാറിന് വരുന്നത്. ഓക്കെ, നിങ്ങൾ തീരുമാനിക്കുന്നു ഒരു 10 lakhs നിങ്ങൾ സ്വയം പേ ചെയ്യും, പേ ചെയ്യും. വേറെ 5 lakhs നിങ്ങൾ ലോൺ എടുക്കുകയാണ്. നമുക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യം ലോൺ എടുക്കുമ്പോൾ അതിന് പലിശ വരുന്നുള്ളത് അല്ലേ. ഈ ലോൺ നമുക്ക് നമ്മുടെ ബാങ്ക് തരുന്നു. ബാങ്ക് ഇത് എന്തുദ്ദേശം നമുക്ക് തരുന്നത്, നമുക്ക് ആ കാറ് വാങ്ങണ്ട. പക്ഷെ ബാങ്കിൻ്റെ ഉദ്ദേശം എന്താ, ഇറ്റ്സ് ടു ഗെറ്റ് ഇൻട്രസ്റ്റ് അല്ലേ. ബാങ്കിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്, ഇറ്റ്സ് ടു ഗെറ്റ് ഇൻട്രസ്റ്റ്. കറക്റ്റ്. അപ്പം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം, ഈ 5 ലക്ഷം രൂപ ലോൺ നമുക്ക് തരണേന് ബാങ്കിന് നമ്മൾ പേ ചെയ്യുന്നത് ഇസ് ദിസ് ഇൻട്രസ്റ്റ് അല്ലേ. ഈ 5 ലക്ഷം നമ്മൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കും, നമുക്ക് തന്ന ഫണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കും. പക്ഷേ ആ പ്രോസസ് ഓഫ് ദം ഗിവിങ് us that 5 lakh, 5 ലക്ഷം തരുന്നതിന് നമ്മൾ അവർക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ് ഇൻട്രസ്റ്റ് അല്ലേ. യെസ്, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ലോണിന് നമുക്ക് വരുന്ന കോസ്റ്റ് ഈ ഇൻട്രസ്റ്റ് ആണെന്ന് പറയാലോ അല്ലേ. ലോണിന് നമുക്ക് വരുന്ന കോസ്റ്റ് ഈ ഇൻട്രസ്റ്റ് ആണെന്ന് നമുക്ക് പറയാലോ. ഫെയർ എനഫ്, റൈറ്റ്. ഇനി ഇതേപോലെ ഒരു ബിസിനസ്സിൻ്റെ പെർസ്പെക്റ്റീവിലേക്ക് വാ. capital is brought to a company. By whom?
ബൈ ഷെയർ ഹോൾഡേഴ്സ്, അല്ലെ വേണ്ട, ബൈ വേ ഓഫ് ഇക്വിറ്റി ഓർ ഡെറ്റ് എന്ന് പറയാം, ബൈ വേ ഓഫ് ഇക്വിറ്റി ഓർ ഡെറ്റ്. ഓക്കെ, ഇനി ഈ കമ്പനിയിലേക്ക് ഈ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ഉറപ്പായിട്ടുള്ള കാര്യമാണ്, ഈ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ടാകും. ബാങ്കിന് നമുക്ക് ലോൺ തരുമ്പോൾ അവരുടെ എക്സ്പെക്ടേഷൻ ഇൻട്രസ്റ്റാണ്, അതുപോലെ തന്നെ കമ്പനിയിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുന്നവർക്കും കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും അല്ലേ. ഈ എക്സ്പെക്ടേഷൻസ് നമ്മുടെ കമ്പനി മീറ്റ് ചെയ്യണം. കമ്പനി ഷുഡ് മീറ്റ് ദീസ് എക്സ്പെക്ടേഷൻസ് അല്ലേ. മീറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, അവരെ ക്യാപിറ്റൽ തിരിച്ചെടുത്തോണ്ടു, വേറെ ലീഗൽ മെഷേഴ്സിലേക്ക് അവർ പോകും. കമ്പനി ഈ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവർ പ്രോപ്പറായിട്ട് ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത്, ആ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്നും മര്യാദയ്ക്ക് ബിസിനസ്സിനെ റൺ ചെയ്ത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയ ലാഭത്തിൻ്റെ ഒരു പോർഷൻ ഇവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ലാഭത്തിൽ നിന്ന് ഇവരുടെ പേയ്മെൻറ്റ് നടത്തുക അല്ലേ. കമ്പനിക്ക് അപ്പോൾ ഈ എക്സ്പെൻസസ് അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു പേയ്മെൻ്റ് ആണ് അല്ലേ. പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എക്സ്പെൻസ് ആണ് അല്ലേ. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് അതൊരു കോസ്റ്റാണ് അല്ലേ. അതായത് കമ്പനിയിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ആൾക്കാർ അത് കൊണ്ടുവരുന്ന ഒരു എക്സ്പെക്ടേഷൻ ആയിട്ടാണ്. ഷുവർ, ആ എക്സ്പെക്ടേഷൻ കമ്പനിയുടെ സൈഡിൽ നിന്ന് കമ്പനി ഒരു കോസ്റ്റായി മാറുന്നു. അപ്പോൾ ഈ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ ആ എക്സ്പെക്ടേഷനായി കോസ്റ്റായി മാറുന്നു. നൗ ഈ കോസ്റ്റ് ഇവൻച്വലി കമ്പനി തിരിച്ച് ആ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് കൊടുക്കണം. യെസ്, ഷെയർ ഹോൾഡർ ആണെങ്കിൽ ഡിവിഡൻഡ് ആവാം, പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ആണെങ്കിൽ പ്രിഫറൻസ് ഡിവിഡൻഡ് ആവാം, ഡിബെഞ്ചേഴ്സ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ആവാം, ലോൺ ആണെങ്കിൽ ഇൻട്രസ്റ്റ് ആവാം അല്ലേ. ഇതിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സിമ്പിൾ കേസ്, ഇതിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ആസ് എ സൈഡ്, ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആണെങ്കിൽ അവൻ്റെ എക്സ്പെക്ടേഷൻ എന്താ, ഡിവിഡൻഡ്. ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ആണെങ്കിലോ അവൻ്റെ എക്സ്പെക്ടേഷൻ എന്താ, പ്രിഫറൻസ് ഡിവിഡൻഡ് അല്ലേ. ഒരു ബാങ്ക് നമുക്ക് ലോൺ തരുന്നതാണെങ്കിലോ അവരുടെ എക്സ്പെക്ടേഷൻ എന്താ, ഇൻട്രസ്റ്റ്. കറക്റ്റ്, സിമ്പിൾ കേസ് അല്ലേ. യെസ്, ദിസ് ഇസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. Now I'll tell you why this is important to learn. എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയെന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഇതേ എക്സാമ്പിൾ എടുക്കാം, ഇക്വിറ്റി, പ്രിഫറൻസ് ഷെയർ ആൻഡ് ലോൺ. കമ്പനിക്ക് 3 സോഴ്സ് ഓഫ് ക്യാപിറ്റലാണ്. സോഴ്സ് നോക്കിയപ്പോൾ ദേ ഹാവ് ഇക്വിറ്റി, ദേ ഹാവ് പ്രിഫറൻസ് ആൻഡ് ദേ ഹാവ് ലോൺ. ക്ലിയർ? ഇവർക്ക് ഓരോ ആൾക്കാർക്കും ഒരു എക്സ്പെക്ടേഷൻ, ഇക്വിറ്റി ഷെയർ ഹോൾഡറിനായാലും പ്രിഫറൻസ് ഷെയർ ഹോൾഡറിനായാലും നമുക്ക് ലോൺ തന്ന ബാങ്കിനായാലും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും അല്ലേ. ഐ തിങ്ക് ഇത് നമുക്ക് എക്സൽ ചെയ്യാം. ലെറ്റ് മീ ജസ്റ്റ് ഓപ്പൺ എൻ എക്സൽ ഫയൽ, ക്വിക്ക്ലി ഓപ്പൺ എക്സൽ ഫയൽ, അതായിരിക്കും ബെറ്റർ. യെസ്, സൂം ഇൻ എ ബിറ്റ്. യെസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ അല്ലേ. സോഴ്സ് ഇക്വിറ്റി ഉണ്ട്, ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ ആൻഡ് ഫൈനലി എന്തായിരുന്നു, ലോൺ അല്ലേ. ഇവർക്ക് 3 പേർക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും കമ്പനിയുടെ അടുത്തുനിന്ന്. അത് 3 തരം എക്സ്പെക്ടേഷൻ ആയിരിക്കും. അതൊന്നും ഈ 3 തരം എന്ന് പറയാൻ കാരണം, ബിക്കോസ് യുവർ എക്സ്പെക്ടേഷൻസ് റൈസ് ആസ് യുവർ റിസ്ക് റൈസസ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് റിസ്ക് കൂടുന്തോറും നിങ്ങൾക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള പ്രതീക്ഷയും കൂടും. കാരണം ഹയർ ദ റിസ്ക് ഹയർ ദ റിട്ടേൺ എന്ന് കേട്ടിട്ടില്ലേ, ഹയർ ദ റിസ്ക് ഹയർ ദി എക്സ്പെക്ടേഷൻ. യെസ്, ഇപ്പോൾ റിസ്ക് കൂടുന്ന അനുസരിച്ചാണ് നമ്മുടെ എക്സ്പെക്ടേഷനും കൂടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ, ഇത് പ്രിഫറൻസ് മാറ്റിയിട്ട് ഇതിനെ സെക്യൂർഡ് ഡെറ്റ് ആക്കാം ആൻഡ് ഇത് അൺസെക്യൂർഡ് ഡെറ്റ് ആക്കാം. തിരിച്ച് അൺസെക്യൂർഡ് ഡെറ്റ് ആൻഡ് സെക്യൂർഡ് ഡെറ്റ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു എന്നുള്ളൂ കേട്ടോ, പ്രിഫറൻസിന് ലോൺ കാരണം എളുപ്പം മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ഇതിൽ ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്തിരിക്കണം ആരാ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ്. കാരണം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്തെങ്കിലും തിരിച്ച് കിട്ടണമെങ്കിൽ, അത് ഡിവിഡൻഡ് തിരിച്ച് കിട്ടണമെങ്കിൽ കമ്പനി ലാഭം ഉണ്ടാക്കണം. കമ്പനി ലാഭം ഉണ്ടാക്കിയാൽ മാത്രമേ റിട്ടേൺ കിട്ടുള്ളൂ അല്ലേ. കമ്പനി ലാഭം ഉണ്ടാക്കിയാൽ മാത്രമേ റിട്ടേൺ കിട്ടുള്ളൂ. സോ ഇറ്റ്സ് സേഫ് ടു സേ ഈ പറഞ്ഞ പാർട്ടിക്ക് റിസ്ക് ഇസ് വെരി ഹൈ. ഒരു 2000 കൊടുക്കട്ടെ. വേറാസ് സെക്യൂർഡ് ഡെറ്റിന് റിസ്ക് വളരെ കുറവാണ്. കാരണം എന്താ, അവരുടെ ഡെറ്റ് ഫണ്ട് സെക്യൂർഡാണ്. ഇനി കമ്പനി കാശ് ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും അസറ്റ് വെച്ചാൽ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുണ്ടാവും, ആ അസറ്റ് വെച്ച് അവർക്ക് റിക്കവർ ചെയ്യാതെ അല്ലേ. അപ്പം അങ്ങനെ സെക്യൂർഡ് ഡെറ്റിന് അവരുടെ റിസ്ക് വെരി ലോ ആണ്.
അൺസെക്യൂർഡ് ഡെറ്റ് ആണെങ്കിലും ഡെറ്റാണ്, അത് കാരണം കമ്പനി ലാഭം ഉണ്ടായാലും നഷ്ടമായാലും കമ്പനി ഇവർക്ക് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്തെങ്കിലും കൊടുത്തേ പറ്റൂ. അത് കാരണം ഇവർക്ക് റിസ്ക് ഉണ്ടോ എന്ന് വെച്ചാൽ റിസ്ക് ഉണ്ട്, പക്ഷേ അത്ര ഹൈ അല്ലല്ലോ, എന്നാൽ അത്ര ലോ അല്ല, സെക്യൂരിറ്റിന് അത്ര ലോ അല്ല. യു ക്യാൻ സേ മോഡറേറ്റ്ലി ലോ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡറാണ് ഹയസ്റ്റ് റിസ്ക്. അപ്പോൾ എക്സ്പെക്ടേഷനും ഹയസ്റ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡറിനായിരിക്കില്ലേ. സെക്യൂർ ഡെറ്റിന് മോഡറേറ്റ് റിസ്ക് ആണെന്ന് പറഞ്ഞു, എന്നാലും റിസ്ക് ലോ ആണ്. എന്നാൽ റിസ്ക് ഉണ്ട്, ചെറിയ റിസ്ക് എന്ന് വേണമെങ്കിൽ പറയാം, കാരണം സെക്യൂർഡ് അല്ലല്ലോ. അപ്പോൾ ഇവരുടെ എക്സ്പെക്ടേഷൻ അതേപോലെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കില്ലേ. സെക്യൂർ ഡെറ്റിന് ഏറ്റവും കുറവ് റിസ്ക് ആയത് കാരണം ഏറ്റവും കുറവ് എക്സ്പെക്ടേഷനും ആയിരിക്കില്ലേ. എന്തെങ്കിലും സംശയം ഉണ്ടായില്ല? നത്തിങ്, റൈറ്റ്? സിമ്പിൾ കേസ്, റൈറ്റ്? അപ്പം അങ്ങനെയാണ് ഞാൻ ഈ എക്സ്പെക്ടേഷനെ ഞാൻ പറയാം. ഇപ്പോൾ ഇഫ് ദേ ആർ എക്സ്പെക്ടിങ്, ഇപ്പോൾ ഇവിടെ അവരുടെ എക്സ്പെക്ടേഷൻ ഡിവിഡൻഡ് വേണമെങ്കിൽ അയൽപൂട്ടിട്ട് ആസെ ഒരു 25% ഡിവിഡൻഡ് അവർ പ്രതീക്ഷിക്കുന്നു. അൺസെക്യൂർഡ് ഡെറ്റിന് അവർ 15% ഇൻട്രസ്റ്റ് പ്രതീക്ഷിക്കുന്നു. സെക്യൂർഡ് ഡെറ്റ് അത്രയും സെക്യൂർ ആയത് കാരണം, റിസ്ക് കുറവായത് കാരണം 10% ഇൻട്രസ്റ്റ് അവർ ചോദിക്കുന്നുള്ളൂ. നമുക്ക് ഇതിൻ്റെ ഒരു എമൗണ്ടും കൂടി ഇട്ട് കൊടുക്കാം. ക്യാപിറ്റൽ ഇട്ടാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇട്ടിരിക്കുന്നത് ഒരു 10 ലക്ഷം. അൺസെക്യൂർഡ് ഇട്ടിരിക്കുന്നത് ഒരു 8 ലക്ഷം. സെക്യൂർഡ് ഇട്ടിരിക്കുന്നത് അനദർ 10 lakhs. 10 lakhs ആയോ? യെസ്, 10 lakhs. ഇപ്പം ഇത്രയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് ദി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, ദിസ് ഈസ് ദി എക്സ്പെക്ടേഷൻ, അത് കോസ്റ്റ് ഫോർ ദ കമ്പനി. ഓരോ സെക്യൂരിറ്റിയുടെയും കോസ്റ്റ് നമുക്ക് കിട്ടി. ഇക്വിറ്റി ഷെയറിന് കിട്ടി, ഓരോ സോഴ്സ് ഓഫ് ഫണ്ടിൻ്റെയും, അൺസെക്യൂർഡ് ഡെറ്റിന് കിട്ടി, സെക്യൂർഡ് ഡെറ്റിന് കിട്ടി. അങ്ങനെയെങ്കിൽ കമ്പനിക്ക് മൊത്തം വരുന്ന ഡെറ്റ് ഇവിടെ എത്രയാണ്? ടോട്ടൽ ഡെറ്റല്ല, ടോട്ടൽ കോസ്റ്റ് വരുന്നത് എത്രയാണ്? ഇക്വിറ്റിക്ക് ഈ 10 ലക്ഷത്തിൻ്റെ 25% അല്ലേ ഡിവിഡൻഡായി കൊടുക്കേണ്ടത്. അതേപോലെ 8 ലക്ഷത്തിൻ്റെ 15% അൺസെക്യൂർഡ് ഡെറ്റിന് കൊടുക്കണം. 10 ലക്ഷത്തിൻ്റെ 10%, 1 ലക്ഷം രൂപയും സെക്യൂർഡ് ഡെറ്റിന് കൊടുക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ വാട്ട് ഇസ് എ ടോട്ടൽ കോസ്റ്റ് കമ്മിങ് ടു ദ കമ്പനി, അക്രൂയിങ് ടു ദ കമ്പനി? 47 ലക്ഷം. 4,70,000 കമ്പനിക്ക് വരുന്ന മൊത്തം കോസ്റ്റ്. എന്തിനു വരുന്ന കോസ്റ്റ്? ഈ കണ്ട 3 ലക്ഷം, 28 ലക്ഷം ക്യാപിറ്റലിൽ. മൊത്തം നമുക്ക് ക്യാപിറ്റൽ 28 ലക്ഷം ഉണ്ട്, അതിന് മൊത്തം വന്ന കോസ്റ്റ് എത്ര? 47 ലക്ഷം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇഫ് ഐ ആം ടു എക്സ്പ്രസ് ദ ടോട്ടൽ കോസ്റ്റ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് മൈ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ്, എങ്ങനെ വരും അത്? ഇറ്റ് വിൽ ബി 4,70,000. അതാണല്ലോ ടോട്ടൽ കോസ്റ്റ്, ഡിവൈഡഡ് ബൈ മൊത്തം ക്യാപിറ്റൽ ഇൻറ്റു 100. 16.78%, 16.78% ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആ കമ്പനിക്ക് വരുന്നുണ്ട് അല്ലേ? യെസ്. ഇനി ഇതെന്തിനാണ് കണ്ടുപിടിക്കുകയെന്ന് അറിയോ? വാട്ട് ഇസ് എ റീസൺ വൈ ആർ ഫൈൻഡിങ് ദിസ്? നമുക്ക് ഈ മൊത്തം ഡേറ്റയെ ഒന്ന് ബാലൻസ് ഷീറ്റ് ഫോർമാറ്റിലേക്ക് ആക്കാം. സോ ബാലൻസ് ഷീറ്റിൽ ലെറ്റ് ദിസ് ബി ദ ലയബിലിറ്റി സൈഡ്. ലയബിലിറ്റി പഴയ ഫോർമാറ്റാണിത്. എമൗണ്ട്, അസറ്റ്സ്, എമൗണ്ട്. ഓക്കെ, ലയബിലിറ്റിയിൽ അപ്പോൾ ക്യാപിറ്റൽ എന്നും പറഞ്ഞ് എത്ര കിടക്കണം? 28 lakhs. 28 lakhs കിടക്കുന്നുണ്ട്. യെസ്. ആൻഡ് അസറ്റ്സ് ഷുഡ് ബി ഈക്വൽ ടു ദ സെയിം എമൗണ്ട്, റൈറ്റ്? അസറ്റ്സും അത് തന്നെ വരണമല്ലോ. അസറ്റ്സ് ഷുഡ് ഓൾസോ ബി ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. 28 lakhs ഉണ്ട്. Now the focus here is ഒരു കമ്പനി, just change the color of the pen, നല്ലൊരു കളറാക്കാം. The company should use these assets, ഈ 28 ലക്ഷം രൂപയുടെ അസറ്റ്സ് ഉപയോഗിച്ചിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യട്ടെ. വിൻഡോ മാറിപ്പോയി. Company should use these assets and conduct the operations. കമ്പനിയുടെ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്ത് should generate a profit which would suffice to cater this cost. അതായത് the profit should be at least ഈ പറഞ്ഞ 16.78% or more. മനസ്സിലായോ? ഈ 16.78% എന്നുള്ള കോസ്റ്റ് മീറ്റ് ചെയ്യാൻ തക്ക എബിലിറ്റി ഉള്ള പ്രോഫിറ്റ് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അതെങ്ങനെ കമ്പനി ചെയ്യുക? കമ്പനി ഈ 28 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ, അത് പല പല ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കും പലയിടത്തേക്കായിട്ടും കൊടുക്കും. ഡിപ്പാർട്ട്മെൻറ്റ്സിന് അവരുടേതായ ഹെഡുകളും തലയിലിരിക്കുന്ന പല ആൾക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് A, B, C എന്ന് പറഞ്ഞ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിനോട് എല്ലാവരോടും പറയും, എക്ക് കൊടുക്കുന്നത് 10 ലക്ഷം, ബിക്ക് കൊടുക്കുന്നത് 10 ലക്ഷം, സിക്ക് കൊടുക്കുന്നത് 8 ലക്ഷം. ഇവരോട് എല്ലാവരോടും കമ്പനി പറയും, നിങ്ങൾക്ക് തരുന്ന ഫണ്ടിൻ്റെ ഒരു 20% നിങ്ങൾ പിടിക്കണം. ഒരു 20%.
ഇപ്പം A 20% പിടിച്ചാൽ എത്ര കിട്ടും? A 20% പിടിച്ചാൽ 2 ലക്ഷം കിട്ടും. B 20% പിടിച്ചാൽ എത്ര കിട്ടും? 2 ലക്ഷം കിട്ടും. C 20% പിടിച്ചാലോ 1.6 ലാക്ക് കിട്ടും. അപ്പം മൊത്തം നമുക്ക് 2 + 2 4 + 1.6 5.6 ലാക്ക് കിട്ടും. 20% വെച്ച് പിടിച്ചപ്പോൾ അല്ലേ? അത് ഈ 5.6 ലാക്ക് വെച്ച് ഈസി ആയിട്ട് കമ്പനിയുടെ ഓണേഴ്സിന് 4.7 ലാക്സ് കൊടുത്തൂടെ? ഈസിയായി കൊടുത്തൂടെ? എന്നിട്ട് കയ്യിൽ മിച്ചം ഫണ്ടല്ലേ അല്ലേ? ഈസി, റൈറ്റ്? ഇതിനാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. എന്തിന്? ഒരു കമ്പനി അവരുടെ ടാർഗറ്റ് സെറ്റ് ചെയ്യുമ്പോൾ എത്ര സെറ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ. പറഞ്ഞൊരു ഈസി കോൺസെപ്റ്റാ അല്ലേ? പക്ഷേ ഇതിൻ്റെ ഒരു മേജർ ഐറണി എന്താ അറിയോ? കുറേ കമ്പനികൾ ഇത് ചെയ്യാൻ വിട്ടുപോകും. ഇത് ചെയ്യാൻ വിട്ടുപോകും എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ചെയ്യാൻ പറഞ്ഞുതരാം. ഒരു കമ്പനി പറയുക അവർക്കത് ഇത്ര ഈ സെയിം കേസാണ് എടുക്കാം. പക്ഷേ ആ കമ്പനിയുടെ ടീമിനോട് ആ കമ്പനിയുടെ ഹെഡ് പറയുക നമുക്കൊരു 15% റിട്ടേൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യണേ എന്നുള്ളത്. അപ്പോൾ A ഡിപ്പാർട്ട്മെൻറ്റിന് 10 ലക്ഷം കൊടുത്താൽ 15% 1.5 ലാക്ക്, Bക്ക് 10 ലക്ഷം കൊടുത്തപ്പോൾ 1.5 ലാക്ക്, Cക്ക് 8 ലക്ഷം കൊടുത്താൽ അപ്പോൾ 1.5 ലാക്ക് 1.2 ലാക്ക്. അപ്പോൾ മൊത്തം എത്ര പേര് ജനറേറ്റ് ചെയ്തു? 1.5 + 1.5 3 + 1.2 4.2 ലാക്സ് ജനറേറ്റ് ചെയ്തു അല്ലേ? ഈ 4.2 ലാക്സ് ജനറേറ്റ് ചെയ്ത് കമ്പനിയുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഹാപ്പി. യെസ്, നമ്മൾ ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്തു, നമ്മൾ വെരി ഹാപ്പി. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ABC ഹാപ്പി. പക്ഷേ കമ്പനിയുടെ ഓണേഴ്സിൻ്റെ സൈഡ് നോക്കിയപ്പോൾ എത്ര വേണമെന്ന് പറഞ്ഞാൽ 4,70,000 അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ അല്ലേ? 4,70,000 4.2 വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഇപ്പോൾ മനസ്സിലായോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സെറ്റ് ചെയ്യണതിൻ്റെ റെലവൻസ് എന്താണെന്ന്? വേറെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സെറ്റ് ചെയ്താലേ നമ്മൾ എന്തോരം ടാർഗറ്റ് വെക്കണമെന്ന് അറിയാൻ പറ്റൂ. മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ എന്ത് പറ്റും? ദേ ഫെയിൽ ടു ജനറേറ്റ് ഓർ ദേ ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് how much of fund they are supposed to generate. അപ്പോൾ when cost of capital is not understood properly, when cost of capital, വരും നമുക്ക് നമ്മുടെ ബുക്കിലേക്ക് പോവാം. Let me just rub this off. Yeah. When cost of capital is not understood properly, വാട്ട് ഹാപ്പൻസ്? ഈ കമ്പനിക്ക് അറിയില്ല എന്തോരം ഫണ്ട് ജനറേറ്റ് ചെയ്യണമെന്ന്. ലൈക്ക് ജനറേഷൻ ഓഫ് ഫണ്ട്സ്, അത് ഹൗ മച്ച് ഫണ്ട് ടു ജനറേറ്റ് എന്നുള്ളത് അറിയില്ല. അപ്പം അത് അറിയാണ്ടാവുമ്പോൾ എന്തു പറ്റും? റിക്വയർഡ് ടാർഗറ്റ് സെറ്റിംഗ് ഫെയിലാകും. നേരത്തെ കേസിൽ നമുക്ക് കോസ്റ്റ് ക്യാപിറ്റൽ അറിയാവുന്ന കേസിലാണ് നമ്മൾ 20% ടാർഗറ്റ് സെറ്റ് ചെയ്തത്. അത് അറിയില്ലാത്തതുകൊണ്ടാണ് 15% പോയത്. അപ്പോൾ പ്രോപ്പർ ടാർഗറ്റ് സെറ്റിംഗ് നടക്കില്ല. അപ്പം ഇങ്ങനെ പ്രോപ്പർ ടാർഗറ്റ് സെറ്റിംഗ് ചെയ്തില്ലെങ്കിൽ എന്താകും? നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യില്ല, കനോട്ട് ബി മെറ്റ്. ഇപ്പോൾ തൊട്ടുമ്പത്തെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ let me just remove this. A 1.5 1.5 B 1.5 2 1.2 4.2 തന്നു. നമുക്ക് എത്രയായിരുന്നു വേണ്ടിയിരുന്നത്? 4.7 വേണ്ടിയിരുന്നു അല്ലേ? 4.7 ഉണ്ട്. പക്ഷേ we only got 4,20,000. ഈ 4,20,000 വെച്ച് ഫസ്റ്റ് നമ്മൾ ഈ 1 ലാക്ക് കൊടുത്തേ പറ്റൂ. ഈ 1 ലാക്ക് എന്താ? സെക്യൂർ ഡെപ്റ്റാ, അത് നമ്മൾ കൊടുക്കും. ബാക്കി നമുക്ക് എത്രയുണ്ട്? 3,20,000 ഉണ്ട്. പിന്നെ നമ്മൾ ഒരു 1,20,000 അൺസെക്യൂർഡ് ഡെറ്റിന് കൊടുക്കും. 1,20,000 ഇവിടെ കൊടുക്കും. പിന്നെ ബാക്കി എത്രയുണ്ട് നമ്മുടെ കയ്യിൽ? നമുക്ക് ബാക്കി 2 ലാക്ക് ഉണ്ട്. 2,50,000 കൊടുക്കണമായിരുന്നു. നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ഇവർക്ക് ആകെ 2 ലാക്ക് കൊടുക്കും. അതായത് ഒരു 50K നമ്മൾ മീറ്റ് ചെയ്യില്ല, എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യില്ല. എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഇതിലേക്ക് വരുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം അല്ലെങ്കിൽ അവരുടെ വോളിയം കുറയും. കറക്റ്റ്. ഇതിനാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒരു കമ്പനി പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടും കൂടുതൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ യെസ്, ടേക്ക് ദ പ്രോജക്റ്റ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടും കുറവാണ് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ, അല്ലെങ്കിൽ അത്ര ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണെങ്കിൽ നോ, ഡോണ്ട് ടേക്ക് ദ പ്രോജക്റ്റ്. ഓക്കെ? അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞപ്പോൾ എക്സാമ്പിൾ വെച്ചാണല്ലോ ഞാൻ പറഞ്ഞത്. മറ്റേ ദിസ് പെർട്ടിക്കുലർ എക്സാമ്പിൾ, ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 16.78 കണ്ടുപിടിച്ചത്. ഇത് സത്യം പറഞ്ഞാൽ എന്താണെന്നറിയോ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന സാധനത്തിൻ്റെ കമ്പ്യൂട്ടേഷനാണ്. അതെന്താ സിമ്പിളിറ്റി ഞാൻ പറഞ്ഞുതരാം.
ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ള സ്റ്റഡി നമ്മൾ രണ്ട് വിധത്തിലാണ് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ അത് ഓരോ സെക്യൂരിറ്റിക്കും ചെയ്യും, അല്ലെങ്കിൽ മൊത്തം കമ്പനിക്കായിട്ട് ചെയ്യും. ഓരോ സെക്യൂരിറ്റിക്ക് ചെയ്യുന്നതിൻ്റെ പേരാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർ ഈച്ച് സോഴ്സ് അല്ലെങ്കിൽ ഈച്ച് സെക്യൂരിറ്റി. ഓക്കെ, ഇനി കമ്പനിക്ക് വേണ്ടി മൊത്തം ചെയ്യുന്നതിൻ്റെ പേരാണ്, ഓവറോൾ ആയിട്ട് ചെയ്യുന്നതിൻ്റെ പേരാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ദാറ്റ് ഇസ് WACC, WACC. ഓക്കെ, നമ്മുടെ പ്രീവിയസ് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓരോ സെക്യൂരിറ്റിയും കോസ്റ്റ് ഒക്കെ ഉണ്ടാവും. 25, 15, ഇവിടെ 25, 15, 10. ഇത് കണ്ടുപിടിക്കലാണ് ഈ പറഞ്ഞ ഈച്ച് സോഴ്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സ്റ്റഡി. മൊത്തം കമ്പനിയുടെ കണ്ടുപിടിക്കലാണ് ഓവറോൾ ഓർ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സ്റ്റഡി. ഓക്കെ, ഇത് നമുക്ക് ഡീറ്റെയിലിൽ അടുത്ത വീഡിയോയിൽ കാണാം. വേറെ വി അനലൈസ് ഓരോ സോഴ്സിന്. ഇപ്പോൾ സോഴ്സിനകത്ത് കാണാം, ഡെറ്റിൻ്റെ ഉണ്ട്, പ്രിഫറൻസ് ഷെയറിൻ്റെ, ഇക്വിറ്റിയുടെ ഉണ്ട്, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കംപ്ലീറ്റ് കമ്പനിയുടെ ഉണ്ട്. അത് ബുക്ക് വാല്യൂയുടെ ബേസിസിലുണ്ട്, മാർക്കറ്റ് വാല്യൂൻ്റെ ബേസിസിലുണ്ട്, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇനി പല പല സാധനങ്ങൾ നമ്മൾ പഠിക്കും. ഇതിനെല്ലാത്തിനും എൻ്റെതായ ഫോർമുലയുണ്ട്. ഇത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണാം. സോ വിത്ത് ദാറ്റ് സെഡ്, ഐ ഹോപ്പ് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ള കോൺസെപ്റ്റിനെ പറ്റി. നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ആസ് യു ഓൾവേസ് സേ, പ്ലീസ് റീച്ച് ഔട്ട് ഇൻ ദ കമൻറ്റ് ബോക്സ്. കാരണം കമൻറ്റ് ബോക്സിലേക്ക് നിങ്ങൾ റിപ്ലൈ ചെയ്യുമ്പോൾ ആ പാർട്ടിസിപ്പേഷൻ ഇൻ ദ വീഡിയോസ് ആക്ച്വലി ഹെൽപ്സ് ബൂസ്റ്റ് മൈ യൂട്യൂബ് ചാനൽ. Please do comment, like, subscribe, share with your friends, show me some love. അതെല്ലാം പറഞ്ഞുകൊണ്ട് I am winding up this video. I'll see you in the next one, wherein I will explain നേരത്തെ പറഞ്ഞ each source and overall cost of capital. അതിൽ ഓരോന്നിൻ്റെ ഫോർമുല മനസ്സിലാക്കി പഠിച്ച് we'll proceed. Okay, and wherever required I'll give you examples as well. So till then, tata, take care and goodbye. This is Nishant Raghunath from Kaidu signing off.